സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റു തുലച്ച് നമ്മുടെ വിശ്വഗുരുവായ മോഡി ദൈവത്തിൻ്റെ അവതാരമാണ്, മോഡി ദൈവത്തിനെ പോലെയാണ് എന്നൊക്കെ ഇവിടെ വീമ്പിളക്കുന്ന സംഘപരിവാറും RSS സംഘപരിവാർ ശക്തികളും അവരെ പാലൂട്ടി വളർത്തുന്ന നമ്മുടെ ഇവിടുത്തെ ചാനലുകളുമൊക്കെ ഘോരഘോരം ഇങ്ങനെ മോഡിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ നിലയും വിലയും ഇല്ലാതാക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ, ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായി. അതാണ് ഈ പരമോന്നതനായ ഈ മോഡി ഇപ്പോ കുറച്ച് ദിവസം മുമ്പ് യൂറോപ്യൻ യൂണിയനുമായിട്ട് വ്യാപാര കരാറിൽ ഒപ്പിട്ടു. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 8-9 വർഷമായിട്ട് മോഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഡൊണാൾഡ് ട്രംപ്. അയാളുടെ മെയിൻ എന്ന് പറയുന്നത് ഭരണമല്ല, ബിസിനസ്, സ്വന്തം ബിസിനസ് താല്പര്യങ്ങളാണ്. അതിന് ഈ ലോകത്ത് എവിടെയായാലും അയാൾ ബിസിനസ്സാണ് അയാളുടെ ലക്ഷ്യം. പണ്ട് അയാൾ പാപ്പരായിരുന്നു, അതായത് 10 പൈസ ഗതിയില്ലാതെ ബിസിനസ് ചെയ്ത് പൊളിഞ്ഞ് പാളീസായി പോയപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യരിൽ ഒരാളായ വലീദ് ബിൻ തലാൽ രാജകുമാരൻ, അദ്ദേഹം ആണ് പണം കൊടുത്ത് സഹായിച്ച് വീണ്ടും അയാൾ ബിസിനസ്സിൽ മെച്ചപ്പെട്ടത്. അതിനുശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ മോഡി പറഞ്ഞ എന്താണ്, ഇത് എൻ്റെ ഫ്രണ്ട്, മൈ ഫ്രണ്ട് എന്നും പറഞ്ഞ് നടന്ന് അവസാനം രണ്ടാമത്തെ ഇലക്ഷന്, ട്രംപ് തോറ്റ ഇലക്ഷന് മോഡി പോയിരുന്നു ഇലക്ഷൻ പ്രചാരണത്തിന്. ലോക ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു ആളിന് വേണ്ടി പ്രചാരണത്തിന് പോകുന്നത്. കാരണം ഡെമോക്രാറ്റിക് ആയിരുന്നാലും ശരി, റിപ്പബ്ലിക്കൻ ആയിരുന്നാലും ശരി, ആരാണ് അവിടുത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആകുന്നത് അവരുമായിട്ടാണ് നമ്മൾ ചങ്ങാത്തം, അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടല്ല, ഭരണാധികാരികളുമായിട്ടാണ്. പക്ഷെ ആദ്യമായിട്ട് മോഡി അങ്ങനെ പോയി. അപ്പോൾ അതോടുകൂടി ട്രംപ് തോക്കുകയും ചെയ്തു. ട്രംപ് തോറ്റതിന് ശേഷം വീണ്ടും 5 വർഷം പുറത്തു നിന്നതിന് ശേഷം വീണ്ടും ഭരണത്തിൽ കയറിയപ്പോൾ ഇന്ത്യക്ക് പല രീതികളിലുമുള്ള പ്രശ്നങ്ങൾ, തീരുവ, എക്സൈസ് തീരുവ എന്ന് പറയാൻ വേണമെങ്കിൽ, അങ്ങനെ തീരുവ ചുമർത്തി 100, 200, 300% അപ്പോൾ ഇന്ത്യയെ അങ്ങനെ പൂട്ടാമെന്നാണ് കണക്കാക്കിയത്. അപ്പോൾ എന്നിട്ട് ഈ മോഡി എന്തെങ്കിലും ഒരു കുറ്റമോ കുറവോ ട്രംപിനെ പറ്റി പറയുന്നില്ല. അപ്പോൾ മോഡിയുടെ എന്തൊക്കെയോ വീഴ്ചകൾ വീഡിയോയിൽ ഈ ട്രംപിന്റെ പക്കലുണ്ട്. അപ്പോൾ ട്രംപിനെ ഭയന്നാണ് ഇപ്പൊ മോഡി കഴിയുന്നത്. ഇന്ത്യ ഇനി ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല, ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല, വെനിസുലയിൽ നിന്നാണ് എണ്ണ ഇനി ഇന്ത്യ വാങ്ങാൻ പോകുന്നത്. ആരാണ് പ്രഖ്യാപിക്കുന്നത്? നരേന്ദ്രമോദിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല പറയുന്നത്. ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങൂല, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങൂല. പ്രധാനമന്ത്രി മോഡിയല്ല പറയുന്ന ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇന്ത്യയുടെ കാര്യങ്ങൾ, ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തുന്നത്, പ്രഖ്യാപിക്കുന്നത്, ഇന്ത്യയുടെ വ്യാപാര കരാർ പ്രഖ്യാപിക്കുന്നത് എല്ലാം അർദ്ധരാത്രി. ആരാണ് പ്രഖ്യാപിക്കുന്നത്? ഡൊണാൾഡ് ട്രംപാണ്. മോദിക്ക് അതിനുള്ള നട്ടല്ലില്ല. അപ്പൊ നട്ടല്ലില്ലാത്ത ഒരു പ്രധാനമന്ത്രി, നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നപ്പോ അതിനുവേണ്ടി ഇവിടെ മതേതര ശക്തികളായ ഹിന്ദുക്കളും മതേതരവാദികളായ മുസ്ലിങ്ങളുമാണ് ജീവൻ ബലി കൊടുത്തത്. 16 ലക്ഷം ഇന്ത്യക്കാർ അവരുടെ ജീവൻ ബലി കൊടുത്ത് വാങ്ങിയ സ്വാതന്ത്ര്യത്തിനെ ഒറ്റിക്കൊടുത്ത് ഇംഗ്ലീഷുകാരുടെ ചെരുപ്പ് നക്കികളായിരുന്നു ഈ സംഘപരിവാർ RSS ശക്തികൾ. നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ പിൻതലമുറക്കാരനാണ് മോഡി പണ്ട് കാക്കിയിട്ട് നടന്നവനാണ്. അപ്പോ ഈ കാക്കിയിട്ട് നടന്നവന്റെയൊക്കെ ഉള്ളില് സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കുമെന്ന് നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പഴഞ്ചൊല്ലാണ്. അപ്പോ അങ്ങനെ കവാത്ത് മറന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തുന്നത് ആരാണ്? അമേരിക്കയാണ്. ഇന്ത്യയുടെ വ്യാപാര കരാർ എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് അമേരിക്കയാണ്. ഇന്ത്യക്ക് യാതൊരു വിലയും നിലയുമില്ലാത്ത അവസ്ഥ
ഈ ലോകത്തുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ മോഡി. അപ്പോ ഇന്ത്യക്കാരായ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ പോക്ക് എങ്ങോട്ടാണ്. സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പിന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ലോകമെല്ലാം പുരോഗമിച്ചു, ലോകമെല്ലാം ടെക്നോളജിയിൽ ഏതെല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി, അത് ബിൽഡിംഗ് ടെക്നോളജി ആയിരുന്നാലും ശരി, എഡ്യൂക്കേഷൻ ടെക്നോളജി ആയിരുന്നാലും, സയന്റിസ്റ്റിക് ആയിരുന്നാലും ശരി, ഏതായിരുന്നാലും ശരി, ഇന്റലക്ച്വൽസ് ആയിരുന്നാലും ശരി, എല്ലാം പിന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോ ഇപ്പൊ നോക്കുന്നതെന്ന് പറയുന്നത് 2000-2500 വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് നമ്മുടെ രാക്ഷസനായ രാവണൻ പണ്ട് സീതയെ തട്ടിക്കൊണ്ടുപോയി. അതൊക്കെ ഒരു പുരാണവും കെട്ടുകെടുതിയുമാണ്. അതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത് രാവണൻ കൊണ്ടുപോയത് പുഷ്പക വിമാനമായിരുന്നു. ആ വിമാനത്തിന്റെ പാർട്ടുകൾ തേക്കി നടക്കുകയാണ് ഇപ്പൊ സംഘപരിവാറുകാർ. അത് എവിടെയുണ്ട്? അപ്പൊ അതിനെ എഞ്ചിൻ ആരുണ്ടാക്കി? അത് ആരാണ് പറത്തിയത്? പൈലറ്റ് ആരായിരുന്നു? എവിടെയാണ് അത് ലാൻഡ് ചെയ്തത്? എവിടെയാണ് ടേക്ക് ഓഫ് ചെയ്തത്? അതൊക്കെ കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. പിന്നെ വേറൊന്നെന്ന് പറയുന്നത് ശിവലിംഗം ഏതെല്ലാം പള്ളിയുടെ അടിയിലുണ്ട്? ഇന്ത്യയിലെ ഏതെല്ലാം പള്ളിയുടെ അടിയിലാണ് ശിവലിംഗനുള്ളത്, അല്ലെങ്കിൽ ശിവരാമനുള്ളത്, അല്ലെങ്കിൽ ശ്രീരാമന്റെ ബിംബമുള്ളത് എന്നും പറഞ്ഞിട്ടൊക്കെയാണ്. ലോകം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇവിടെ ഈ ശിവലിംഗവും ശ്രീരാമന്റെ ബിംബവും തപ്പി നടക്കുന്നത്. അത് ഏതെങ്കിലും ചർച്ചിന്റെ അടിയിലുണ്ടോ, ഏതെങ്കിലും മുസ്ലിം പള്ളികളിലുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ഷേത്രങ്ങൾ പൊളിച്ചു നോക്കണം. ക്ഷേത്രങ്ങൾ പൊളിച്ചു നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ബുദ്ധന്റെ പ്രതിമ അവിടെ കാണും,